ശ്രീ ജോസ് കെ മാണി, മുൻ സംസ്ഥാന ധനകാര്യ റവന്യൂ വകുപ്പ് മന്ത്രിയും മുതിർന്ന കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന KM മാണിയുടെ മകനാണ് ശ്രീ ജോസ് കെ മാണി. മുൻ കോട്ടയം MP-യും കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാനും 2021 നവംബർ 28 മുതൽ രാജ്യസഭാ അംഗവുമായി തുടരുന്ന ഇടതുമുന്നണിയിൽ അംഗമായ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവാണ് ശ്രീ ജോസ് കെ മാണി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രവർത്തിച്ചതുവഴി ജില്ലയെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റിയതടക്കം വികസന പദ്ധതികളിൽ അമരക്കാരനായി നിന്നുകൊണ്ട് നാടിനു ചെയ്ത പ്രവർത്തനങ്ങൾ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമാണ്. ശ്രീ ജോസ് കെ മാണി MP-യുടെ ശ്രമഫലമായി പാലായിലെ വലവൂരിൽ ആരംഭിച്ച IIIT വന്നതിലൂടെ വലവൂരും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ മാറ്റം കേരളക്കരയെ തന്നെ ഞെട്ടിച്ചു. ഇതിനോടൊപ്പം തന്നെ പല മേഖലകളിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയനാണ് ശ്രീ ജോസ് കെ മാണി. കർമ്മനിരതനായ പാലായുടെ പ്രിയ നേതാവിന് ബ്രില്യന്റ് എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിലേക്ക് സുസ്വാഗതം. വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാനവിടെ നിൽക്കുന്നത്. It is a proud moment for all the students here, for the management. പക്ഷേ അതിനേക്കാൾ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു ഗസ്റ്റായിട്ടല്ല, ഈ ബ്രില്യൻറ്റിലെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു 15-16 വർഷക്കാലമായി എല്ലാ മെറിറ്റ് ഡേയിലും ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. അതിനു മുമ്പും ഈ ബ്രില്യൻറ്റിൻ്റെ വളർച്ചയും എനിക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ 40 വർഷക്കാലം കൊണ്ട് 1.5 ലക്ഷം എഞ്ചിനീയർമാരെ, 1 ലക്ഷം ഡോക്ടർമാരെ ഈ രാജ്യത്തിന് ബ്രില്യൻ്റ് സംഭാവന ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാജറേഷൻ, ഒരു അതിശോക്തിയല്ല. കൃത്യമായി 1.5 ലക്ഷത്തിലധികം എഞ്ചിനീയർമാർ. അത് വെറും എഞ്ചിനീയേഴ്സ് അല്ല, അവർക്ക് ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ബ്രില്യൻറ്റ് ആൻഡ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഇങ്ങനെ ഒരു ക്രീം ഓഫ് സ്റ്റുഡൻസ് വരുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് ഇത്രമാത്രം ഒരു പെർഫോമൻസ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ആദ്യമായി ഇവിടെ പ്രതിഭകളായി എത്തിയിരിക്കുന്ന മുഴുവൻ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഞാൻ, അതോടൊപ്പം തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയിരിക്കുന്ന മാതാപിതാക്കളെ എനിക്ക് അവിടെ പുറയിലിരിക്കുന്ന കാണാം. പ്രൗഡ് മൂമെൻറ്റ്സ് ഫോർ യു ഓൾ ഓൾസോ. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ, ഒരു പാർലമെൻറ്റ് അംഗമെന്ന് നിൽക്കുമ്പോൾ എൻ്റെ എപ്പോഴും ഉള്ളൊരു സ്വപ്നം കേരളം, അതുമാത്രമല്ല കോട്ടയം, അതുമാത്രമല്ല എൻ്റെ സ്വന്തം സ്ഥലമായ പാല ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു വർഷം ലക്ഷ്യമിട്ടത് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT സ്ഥാപനം കേരളത്തിലേക്ക് കൊണ്ടുവരണം. അത് പാലായിലെ കോട്ടയത്തിലേക്ക് കൊണ്ടുവരണം, ലാൻഡഡ് ലെറ്റേഴ്സിലേക്ക് ഉള്ള ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരണം, പാലായിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, ഒരു സ്ഥാപനം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയാസം. സ്ഥലം വേണം, നമുക്ക് സാങ്ഷൻ ചെയ്യണം, ബിൽഡിങ് പണിയണം, ഇതങ്ങനെ ഒത്തിരി ഓരോ കാര്യങ്ങൾ. 50 ഏക്കർ സ്ഥലത്ത് അക്വിസിഷൻ നടത്തി ലാൻഡ് അക്വയർ ചെയ്ത് ബിൽഡിങ് വന്ന് ഇന്ന് ഐ ഡോണ്ട് നോ ഇവിടെയുള്ളവർ ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ ആ സ്ഥാപനം കണ്ട് അതിൻ്റെ മുമ്പിൽ കൂടെ പോകണം. 5 കിലോമീറ്റർ അപ്പുറമാണ്. ഇന്ത്യയിലുള്ള ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 16 IIIT റാങ്കിങ് ഫസ്റ്റായിട്ട് നിൽക്കുന്നത് കേരള സംസ്ഥാനത്തെ കോട്ടയത്തെ പാലായിലെ IIIT ആണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെൻറ്റിന് നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ, IIIT എടുത്ത് നോക്കിയാൽ, ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ആ പ്ലേസ്മെൻറ്റിനുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് 60 ലക്ഷമാണ് പേരാനം. ഞാൻ പറഞ്ഞതല്ല, ഇത് സൈറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് വന്നെത്താൻ കഴിഞ്ഞത് ഇതുപോലുള്ള ബ്രില്യൻ്റ് പോലുള്ള സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഈ മോട്ടിവേഷൻ നമുക്ക് ലഭിച്ചത്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് നമുക്ക് IIIT അവിടെ ഏറ്റവും നല്ല ഇന്നൊവേഷൻസ്, ഇന്ന് 20 കോടി രൂപയുടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ന് അതിൻ്റെ
പദ്ധതികൾ ആ കോളേജുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1800 കുട്ടികളാണ് ഉള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാലും ഈ പ്രദേശത്തെ നമുക്കറിയാം, തൊട്ടടുത്തുള്ള നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും സയൻസ് സിറ്റിയും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഈ പ്രദേശം ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ബ്രില്യൻ്റ് തന്നെയാണ്. ബ്രില്യൻറ്റിൻ്റെ നമുക്ക് സെബാസ്റ്റ്യൻ സാറും ജോസ് സാറും സ്റ്റീഫൻ സാറും സന്തോഷ് സാറും ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഒന്നായി, നിങ്ങളുടെ ഒരുവനായി എപ്പോഴുമുള്ള ഈ മാനേജ്മെൻറ്റ് കൂടുതൽ ഹൈറ്റ്സിലേക്ക് ചെന്നെത്തുവാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.